ഹേ ഗായ്സ്, ഹലോ. അപ്പോൾ ഞാനൊന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈവനിങ് വാക്കിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. നടക്കുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നല്ല മഴയാട്ടോ. അപ്പം ഞാൻ ഇറങ്ങിയാലും മഴയാണ്. പിന്നെ ഇവിടുത്തെ വെതറെന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ മഴ, തോന്നുമ്പോൾ വെയിൽ, ആ ഒരവസ്ഥയാണ്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോണിലെ വെതർ നോക്കിയിട്ട് ഇറങ്ങുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതേ ഞാൻ നമ്മുടെ ഈ സ്റ്റാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ചെറിയ ഇടവഴിയുണ്ട്, അതിൽ കൂടെ ഒക്കെ പോയാൽ പെട്ടെന്നെത്തും. അപ്പം ഞാൻ നടക്കട്ടെ കേട്ടോ. അക്സമിനെ ഞാൻ ഉമർക്കാട് ഏൽപ്പിച്ചിട്ടാട്ടോ പോകുന്നത്. എല്ലാവരും കൂടിയായിട്ട് ഇറങ്ങിയാൽ നല്ല റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ അക്സമിനെ ഉമർക്കാരെ വീട്ടിലിരുത്തി ഞാൻ തന്നെ ഇറങ്ങി നടക്കുക. തന്നെ നടക്കുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സമാധാനം. അങ്ങനെ നിങ്ങളൊക്കെ എന്താ പറയുക, ഒരു മീ ടൈം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കുറച്ച് മീ ടൈം ആഗ്രഹിക്കുന്ന ആളാട്ടോ. എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ. ഒരുപാട് നേരം ഇങ്ങനെ റൂമിലിരുന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. നമ്മൾക്ക് എനിക്ക് ടൈം അതെന്തത് ഐസ്ക്രീം വണ്ടി. എനിക്കിപ്പോൾ നാട്ടിൽ നമ്മുടെ ഐസ്ക്രീം വണ്ടി പോകണതൊക്കെ ഓർമ്മ വരും. ഇടയ്ക്കിടയ്ക്ക് ഈ ഐസ്ക്രീം വണ്ടി പോകുന്ന കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഓർത്തെ കുറേ പേരുണ്ട് ഈ സ്റ്റാമ്പിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ സ്ഥലം മോശമാണെന്ന് കുറേ പേര് പറയാറുണ്ട്. ബട്ട് ആർക്ക് എന്ത് മേടിക്കണമെങ്കിൽ ഈ സ്റ്റാമ്പിലേക്ക് വരണം. പിന്നെ നാട്ടിലെ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ സ്റ്റാമ്പിലേക്ക് വരണം. പിന്നെ അതാ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഈ സ്ഥലത്തിന് കുറ്റം പറയുന്നത്? പിന്നെ പ്രൈമാർക്കിലെത്തിയിട്ടോ ഞാൻ നല്ല പച്ച ടീഷർട്ട് കണ്ടു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കുറേ ബാഗ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാൻ. പിന്നെ അതാ ഹീൽസ് ഇട്ട് നടക്കാൻ അറിയില്ലല്ലോ. നല്ല രസം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഹാറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഗായ്സ്, നമ്മൾ വന്ന കാര്യം സക്സസ് ആയി മോനെ, സക്സസ് ആയി. ഇതായിരുന്നു സംഭവം. ഇതെന്തായിരുന്നു എന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഗായ്സ്, എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ, നാളെ ഉമ്മക്കാട് ബർത്ത്ഡേ, 18th ഏപ്രിൽ. അപ്പോൾ ഈ ആമസോണിൽ വർക്ക് ചെയ്യുന്നവർക്ക് മീൻസ് ഏപ്രിൽ മാസം ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. മീൻസ് എല്ലാ മന്തിലും ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ എന്താണ്, ഇന്ന ആൾക്ക് സ്പെസിഫൈ ചെയ്ത് എടുത്തു കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഏപ്രിൽ മന്തിൽ എത്ര പേരുടെ ബർത്ത്ഡേ ഉണ്ടോ അവരെല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് ഇവരൊരു ലക്കി ഡ്രോ നടത്തും. അങ്ങനെയാണോ ഉമർക്ക പറഞ്ഞത്, കൂടുതൽ എനിക്കറിയില്ല. ആമസോണിൽ വർക്ക് ചെയ്യണവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ലക്കി ഡ്രോ നടത്തിയപ്പോൾ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതിൽ ഉമർക്കാക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. എന്തോ ഒരു ലോട്ടറി അടിച്ചു സാർ, അതാണ്. അപ്പോൾ ലോട്ടറി അടിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ആ വൗച്ചറിൽ, ഗിഫ്റ്റ് വൗച്ചറിൽ ഒരു 40 പൗണ്ട്സ് കിട്ടി. ആ 40 പൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഷോപ്പിലാണോ അത് യൂസ് ചെയ്യാവുന്നത് അവിടെ ഗിഫ്റ്റ് വൗച്ചർ കൊണ്ടുപോയി ഷോപ്പ് ചെയ്യാം. അങ്ങനെ ഞാനൊരു ചെറിയ ഷോപ്പിംഗ് നടത്തിയതാണ് ഇന്ന്. അതാണ് ഇന്നത്തെ സംഭവം, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ ലോട്ടറി അടിച്ചു, അതിൻ്റെ സന്തോഷം. പിന്നെ നാളെ ഉമർക്കയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഉമർക്ക. പിന്നെന്താണ്, ഞങ്ങളങ്ങനെ ബർത്ത്ഡേസ് ഞങ്ങൾ ആദ്യം സെലിബ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ. അക്സമിൻ്റെ പോലും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താണ്, വല്ലപ്പോഴും ഒക്കെ ഒരു അങ്ങനെ എന്നാലും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പിന്നെ ബാക്കി വീട്ടിൽ പോട്ടെ, എന്നിട്ട് പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഇന്നത്തെ ഡേ കൊള്ളായിരുന്നു. ഈവനിങ് വാക്ക് നല്ല രസമായിരുന്നു. പിന്നെ ഗിഫ്റ്റ് കാർഡ് എല്ലാ ഷോപ്പിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ സ്പെസിഫൈ ചെയ്ത് തന്നേക്കുന്ന കുറച്ച് ഷോപ്സിൽ ഇപ്പോൾ പ്രൈമാർക്ക് യൂസ് ചെയ്യായിരുന്നു. പിന്നെന്താ, TK Maxx അങ്ങനത്തെ ഇവിടുത്തെ കുറച്ച് ഷോപ്സിലൊക്കെ, കറീസിൽ അങ്ങനെ കുറച്ച് ഷോപ്സിലൊക്കെ. ലിഡിൽ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഷോപ്സിലൊന്നും പറ്റില്ല, മീൻസ് സൂപ്പർ മാർക്കറ്റ്സിലൊന്നും പറ്റില്ല. അപ്പോൾ വീഡിയോസ് എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. അതൊക്കെ തന്നെ എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ എൻ്റെ വീഡിയോസ് മെച്ചപ്പെടുത്താനായിട്ട്. അങ്ങനെ ഞാൻ പരമാവധി ശ്രമിക്കും ഗൈസ്. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.
അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.